ഇന്നലെ ഇന്നലെ രണ്ട് കാര്യവും ഇവിടെ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണോ മലപ്പുറം ജില്ല? ഇവിടെ സ്വർണം പൊട്ടിക്കുന്നവരുടെ ജില്ലയാണോ? ഇന്നലെ അല്ല, അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ പറഞ്ഞത്. അതെന്തിനാണെന്ന് കൊടുത്തതെന്ന് അറിയോ? ഡൽഹിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. BJPക്കാരായ മോഡിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് കേരളത്തിൽ വന്നിരുത്തിയിട്ട് എന്ത് കാര്യം? കഴിഞ്ഞ ഇത്തവണ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ നടത്തിയ പ്രസംഗം അത് വളരെ തെറ്റായി. വഞ്ചനയുടെ ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ വഞ്ചനയ്ക്കെതിരെയുള്ള ജനവിധിയാകണം തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരേണ്ടത്. അത് വഞ്ചിച്ച ആളുടെ പേര് പറഞ്ഞില്ല എങ്കിലും ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങ് ഇപ്പൊ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുന്നത് തെറ്റിദ്ധാരണജനകമാണ്. മലപ്പുറത്തെ ജനങ്ങളെ വഞ്ചകരായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ഒന്നുകിൽ അങ്ങ് വാർത്ത വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പ്രസംഗം ഒന്ന് കേട്ടതാണ്. ഞാൻ വാർത്ത വായിച്ചു, ശ്രദ്ധിച്ചു. അദ്ദേഹം ആരാണ് വഞ്ചകൻ എന്ന് എന്താ പറയുന്നത്? ജനങ്ങളെ മൊത്തം പറഞ്ഞോ? ഒരു മിനിറ്റ്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ? നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ? ആരാ വഞ്ചകർ? അത് പിണറായി വിജയൻ പറയണമെന്നേ. അതെ, അതെല്ലാം മനസ്സിലായി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നതിൻ്റെ ഭാഗമാണിതെല്ലാം. മാർക്സിസ്റ്റ് പാർട്ടി, അതാണ് ഞാൻ അച്യുതാനന്ദൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത്, അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ജില്ലയിലെ ജനങ്ങളോട് ഇത്ര വലിയ അലർജിയുടെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? അതെ, വല്ല സംശയമുണ്ട്? 9 വർഷം 2 തവണ അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടന്ന ആരാണ്? അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത ആരാണ്? ഞങ്ങളാണോ? ആ കൊടുത്ത ആള് ഇപ്പം നിലപാട് മാറ്റുമ്പോഴാണോ അദ്ദേഹം വഞ്ചകനാകുന്നത്? അപ്പം ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്തുത മുഖ്യമന്ത്രി മനസ്സിലാക്കുകയാണ് വേണ്ടത്. അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അല്ല, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും മറുപടി പറയാനില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ അതിനകത്തായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ല, സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പോയി എല്ലാവരെയും കാണുമല്ലോ. ഒരു പ്രവചനാതീതവുമല്ല. UDFന് വൻ വിജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വന്നില്ലേ, നിങ്ങൾ പിറ്റേ ദിവസം തൊട്ട് എഴുതത്തില്ലേ ഞങ്ങൾ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ എല്ലാം വരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മക്കയിൽ പോയ തങ്ങൾ വന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ അത്തരം പ്രചരണങ്ങൾ ഒഴിവാക്കണം. അത് ശരിയല്ല. ഇപ്പം എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരാൻ പറ്റുമോ? പറ്റിന്ന് വരില്ല. CPMൻ്റെ എത്ര നേതാക്കന്മാർ വരാതിരുന്നു? നിങ്ങളാരും എഴുതിയില്ലല്ലോ. CPMൻ്റെ എത്രയോ പ്രമുഖ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ വന്നില്ല, കൺവെൻഷന് വന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നിർണായകമാണ്. ജനങ്ങൾക്കാണ് നിർണായകം. 9 വർഷത്തെ ഈ അഴിമതി ഭരണത്തിന് എതിരായ വിധിയെഴുത്ത് നടത്താനുള്ള നിർണായകമായ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് UDF വോട്ട് ചെയ്ത് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. യോജിച്ച് ഒരു മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട്. ലീഗില് ചെറിയ അതിർത്തിയുണ്ട്. കാരണം അത് നല്ല രീതിയിൽ ലീസനായി മുതിർന്ന നേതാക്കൾ മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ ചെറിയ എടുത്തുചാടലും പ്രകോപനവും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ലീഗിന്റെ നേതൃയോഗത്തിൽ വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. നേതാവിന്റെ പക്വത കുറവാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഏകാധിപത്യപരമായി പോകുന്നു, കൂട്ടത്തിലാവത്തോടെ പോകുന്നില്ല, മുതിർന്ന നേതാക്കളെ മാനിക്കുന്നില്ലെന്നൊക്കെയാണ്
വാർത്തകൾ വരുന്നത്? അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങനെ അത് കൈരളിയും ദേശാഭിമാനിലും വന്ന വാർത്തയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അതാണ് ഞാൻ തിരൂരങ്ങാടിയുടെ ഉദാഹരണം പറഞ്ഞത്. ഞങ്ങളെക്കാൾ മുൻപിൽ മുസ്ലിം ലീഗാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് ആവേശകരമായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് കഴിഞ്ഞകാല മലപ്പുറത്തിൻ്റെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി കക്ഷികളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങും. വൻ വിജയം ഞങ്ങൾ നേടും. പിന്നെ വേറെ സ്ഥാനാർത്ഥികളെ പറ്റി ഒന്നും പറയാനില്ല. BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു. അത് CPM തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അല്ല, അത് പറഞ്ഞു കൊടുത്ത ആളാര്? ഈ സ്ഥാനാർത്ഥിയെ പറഞ്ഞു കൊടുത്ത ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആരാണ്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താല്പര്യമില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ വഴിയെ പോയ ആരാണ്ട് ഇപ്പം BJPക്കാരായി സ്ഥാനാർത്ഥിയെ നടത്തിയിരിക്കുക. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല.